ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചും കൂടാതെ കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള 2000-ൽ പരം അപ്രന്റീസ് ഒഴിവുകളെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അടിസ്ഥാന യോഗ്യത വരുന്നത് 8ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളായ ഫാക്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചി മെട്രോ, ദുബായ് പോർട്ട് വെയിൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കെൽട്രോൺ, KCB, കണ്ണൂർ എയർപോർട്ട്, അപ്പോളോ ടയേഴ്സ് എന്നിവിടങ്ങളിൽ 2000-ൽ പരം അപ്രന്റീസ് ട്രെയിനികളുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. പാസ്സായ 5 വർഷം കഴിയാത്തവർക്കും അപ്രന്റീസ് ആക്ട് പ്രകാരം മുൻപ് പരിശീലനം ലഭിക്കാത്തവർക്കുമാണ് അവസരം വന്നിട്ടുള്ളത്. BTech, BSc, BCom, BBA, BCA യോഗ്യതയുള്ളവർക്ക് കുറഞ്ഞത് 9,000 രൂപയും ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് കുറഞ്ഞത് 8,000 രൂപയും പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. നിശ്ചയിക്കപ്പെട്ട സ്റ്റൈപ്പൻഡ് ഇതാണെങ്കിലും പല കമ്പനികളും കൂടുതൽ തുക വാഗ്ദാനം നൽകുന്നുണ്ട്. ഒരു വർഷത്തെ അപ്രന്റീഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന തൊഴിൽ പ്രാവീണ്യ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്രന്റീസ് ട്രെയിനിങ്ങിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നതിനായി www.sdcenter.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ sdc.കളമശ്ശേരി@gmail.com എന്ന ഇമെയിൽ മുഖാന്തരമോ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ സർക്കാർ നഴ്സിംഗ് കോളേജ് ട്യൂട്ടർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് മാർച്ച് 22-ന് അഭിമുഖം നടത്തുന്നുണ്ട്. MSc നഴ്സിംഗ് യോഗ്യതയും KNMC പെർമനന്റ് രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ആധാർ, പാൻ, വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം രാവിലെ 11 മണിക്ക് വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. അടുത്തത് കോട്ടയം ജില്ലയിൽ തലനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ ദിവസം വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. പാരാമെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ മാർച്ച് 20-ന് വൈകിട്ട് 4 മണിക്ക് മുമ്പായി മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, തലനാട് PO 686580 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. രാമവർമ്മപുരം ഗവൺമെൻറ് ആശാഭവനിലെ താമസക്കാരെ ആശാഭവനിൽ താമസിച്ച് പരിചരിക്കുന്നതിന് JPHN മൾട്ടിടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. മൾട്ടിടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 8ാം ക്ലാസ് പാസ്സായവരും 50 വയസ്സ് കവിയാത്ത സ്ത്രീകളുമായിരിക്കണം. JPHN തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ +2 ANM കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും 20-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവരുമായ വനിതകളായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ സ്വയം തയ്യാറാക്കിയ അപേക്ഷയും ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 20-ന് രാവിലെ 11 മണിക്ക് രാമവർമ്മപുരം ആശാഭവനിൽ വാക്കിൻ്റെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിനായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജിംനേഷ്യം സെന്ററിലേക്ക് വനിതാ ജിം ട്രെയിനറെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ മാർച്ച് 21-ന് മുൻപ് നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം കൊടകര പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജവഹർ ബാലഭവനിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല ക്യാമ്പിലേക്ക് ടീച്ചർ, ചിത്രകല, സംഗീതം, ശില്പകല, നാടൻപാട്ട്, അസിസ്റ്റന്റ്, ജൂഡോ, കമ്പ്യൂട്ടർ, നൃത്തം, ഗിറ്റാർ, കുങ്ഫു, ആയ, സ്വീപ്പർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം മാർച്ച് 20-ന് രാവിലെ 10 മണിക്ക് ബാലഭവൻ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയിൽ കാഴ്ച പരിമിതി വിഭാഗത്തിനായി താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സ് വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് സർട്ടിഫിക്കറ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മേൽ യോഗ്യതയുള്ള തിരുവനന്തപുരം ജില്ലയിലെ 18-നും 41-നും മധ്യ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ 24-ന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.